നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു 1201 മേടമാസം 23-ാം തീയതി, അതായത് 2026 മെയ് മാസം 6-ാം തീയതി ബുധവാരം. നാളെ ബുധനാഴ്ച. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:08, അസ്തമയം വൈകിട്ട് 6:34. നാളെ ബുധനാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയുള്ള സമയം. എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി കറുത്ത പക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു. നാം പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ചതുർത്ഥി രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. തിഥി ദോഷമാകുമ്പോൾ സാമ്പത്തിക വിഷയത്തിൽ ആ ദിനം ഒരു ഗുണവും നൽകില്ല. നാളത്തെ നക്ഷത്രമാകട്ടെ മൂലം നക്ഷത്രമാണ്. മൂലം വെളുത്ത പക്ഷത്തിലെ മൂലമാണെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കും. പക്ഷെ മൂലം നക്ഷത്രത്തിന് ഒരു ദോഷമുണ്ട്, നിങ്ങൾ അറിയുക. കൃത്രിക ഭാഗ്യമൂലാശ്ച മകാ ചിത്രാച രേവതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ നക്ഷത്രങ്ങൾ ആദാതവ്യം ന ദാതവ്യം, വാങ്ങരുത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തച്ഛേഷന്തു വിനശ്യതി, അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെട്ടു പോകും. അതിന് നാളത്തെ ദിനം സാമ്പത്തികമായ ക്രയവിക്രയത്തിന് അനുകൂലമായ ദിനമല്ല. അപ്രകാരം തിഥിയും ദുർബലമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ എന്ത് ചെയ്യാം? മൂലനക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം കേതുവാകയാൽ അശ്വതി, മകം, മൂലം ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്നു കേതു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ എന്ത് ചെയ്യാം? സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, അല്ലെങ്കിൽ സർപ്പബലി, അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറും പാലും, അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമാണെന്ന് അറിയുക. നാളെ വൈകിട്ട് 4 മണി വരെയാണ് നാളെ മൂലം നക്ഷത്രമുള്ളൂ. അതിനുശേഷം പിന്നെ പൂരാടം നക്ഷത്രമായി. ഏതായാലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാളെ വളരെ അടിയന്തരമായി പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നാളെ കാലത്ത് 9:15 മുതൽ 10 മണി വരെയുള്ള സമയം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 2:15 മുതൽ 3 മണി വരെയുള്ള സമയം, ഒഴിച്ചുകൂടാനാവാത്ത പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയം എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. ധർമ്മപരമായ വിഷയത്തിലുള്ള വാങ്ങൽ കൊടുക്കൽക്ക് നാളത്തെ ദിനം അനുകൂലമല്ല. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്താൽ മുഖരിതമാകട്ടെ നിങ്ങളുടെ നാളത്തെ ദിനം. നന്ദി, നമസ്തേ.